അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമസ്കാരത്തിന്റെ സമയങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്കും ഇഖാമത്തും കൊടുക്കും, അതിൻ്റെ സവിശേഷതകളും അതിന് കൊടുക്കുന്ന ആളുടെ പ്രത്യേകതകളും അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമസ്കാരത്തിൽ ഏറ്റവും ആദ്യത്തെ സമയത്തിൽ നമസ്കരിക്കണമെങ്കിൽ ആ സമയം ആയി എന്നൊരാൾ നമുക്ക് അറിയിച്ചു തരണേ. ആ അറിയിച്ചു തരുന്ന ആൾക്കാണ് നമ്മൾ മുഅദ്ദിൻ എന്ന് പറയുക. അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ പാഠത്തിലേക്ക് കടക്കാം. ഈ നമസ്കാരത്തിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ബാങ്കും ഇഖാമത്തും. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം, ബാങ്ക് കൊടുക്കുന്നതിന്റെ ശ്രേഷ്ഠതയെ പറ്റി നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. ഇന്ന ശൈത്വാന ഇദാ സമിഅ നിദാഅ ബിസ്സലാത്തി ദഹബ ഹത്താ യകൂന ബിമക്കാനി റൗഹാ. ഈ റൗഹാ എന്ന സ്ഥലം എവിടെയാണ്? മദീനയിൽ നിന്ന് ഏകദേശം 30-40 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന സ്ഥലമാണ് റൗഹാ എന്ന് പറയുന്നത്. നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കുന്ന ശബ്ദം കേട്ടാൽ ശൈത്താൻ അത്രയും ദൂരത്തേക്ക് പോയി നിൽക്കുമെന്നാണ് പറയുന്നത്. മദീനയിൽ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ദൂരം പോയി നിൽക്കും. ഇനി ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ മുഅദ്ദിനു യുഗ്ഫറു ലഹു മദ സൗതിഹി വയശ്ഹദു ലഹു കുല്ലു റത്ബിൻ വയാബിസിൻ. ബാങ്ക് കൊടുക്കുന്ന ആളുടെ പാപങ്ങൾ അവൻ കൊടുക്കുന്ന ശബ്ദത്തിനനുസരിച്ച് പൊറുക്കപ്പെട്ടു കൊടുക്കും. അതുപോലെ തന്നെ അവന്റെ ബാങ്ക് കേട്ട ഉണങ്ങിയ സാധനവും പച്ച സാധനവും തുടങ്ങി എല്ലാ വസ്തുക്കളും ഇവന് വേണ്ടി സാക്ഷി നിൽക്കുന്നതാണ് നാളെ ഖിയാമത്ത് നാളിൽ. ഇനി നമുക്ക് പറയാനുള്ളത് ഇതാണ് ഹുക്കുമുൽ അദാനി വൽ ഇഖാമത്തി. ബാങ്ക് കൊടുക്കുന്നതിന്റെ വിധിയെ പറ്റിയിട്ടാണ്. ഏതാണ് നമ്മൾ ഫസ്റ്റത്തെ പാഠത്തിൽ കുറെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെയാണ് വിധികൾ, വാജിബുണ്ട്, ഫർദുണ്ട്, സുന്നത്തുണ്ട്. അപ്പോ ഏതാണ് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും വിധി എന്ന് പറയുന്നത് സുന്നത്തുൻ മുഅക്കദത്തുൻ. മുഅക്കദായ സുന്നത്താണ്. ലിരിജാലി, പുരുഷന്മാർക്കാണ് സുന്നത്ത് മുഅക്കദ്. എന്തിനാണ്? ഏത് നമസ്കാരത്തിനൊക്കെയാണ്? 5 നേരത്തെ ഫർദ് നമസ്കാരങ്ങൾക്കാണ് ബാങ്കും ഇഖാമത്തും സുന്നത്തായിട്ടുള്ളത്. അതുപോലെ തന്നെ ജുമുഅ നമസ്കാരത്തിന് 5 നേരത്തെ ഫർദ് നമസ്കാരം പ്ലസ് ജുമുഅ നമസ്കാരത്തിനും ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. വലാ യുസന്നു ലിഗൈരിഹ മിനസ് സ്വലാത്തി. എന്നാൽ ഈ അല്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങൾക്കൊന്നും എന്തില്ല? ബാങ്കും ഇഖാമത്തൊന്നും സുന്നത്തില്ല. അമ്മ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫയുക്റഹു ലഹുന്നൽ അദാനു വൽ ഇഖാമത്തു. സ്ത്രീകൾക്ക് ബാങ്കും ഇഖാമത്തും കൊടുത്ത് കറാഹത്താണ്. വയുസന്നു ലിസ്സബിയി ഇദാ അറാദ സ്വലാത്ത കമാ യുസന്നു ലിൽ ബാലിഗി. ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് ബാങ്ക് കൊടുക്കലും ഇഖാമത്ത് കൊടുക്കലും സുന്നത്തല്ലേ ഫർദ് നമസ്കാരങ്ങൾക്ക്. അതുപോലെ തന്നെയാണ് ഒരു കുട്ടിയുടെയും വിധി എന്ന് പറയുന്നത്. കുട്ടിക്കും നമസ്കരിക്കാൻ താല്പര്യം, നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ അവനും ബാങ്കും ഇഖാമത്തും കൊടുക്കൽ എന്താണ്? സുന്നത്താണ്. ഇനി ദുആഉ ബഅദൽ അദാനി വൽ ഇഖാമത്തി. നമുക്കിനി പറയാനുള്ളത് ബാങ്കും ഇഖാമത്തിനും എങ്ങനെയാണ് ബാങ്കും ഇഖാമത്തും കൊടുക്കേണ്ടത് എന്നാണ്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും രൂപം എങ്ങനെയാണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പിന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെയാണ് ബാങ്ക് കൊടുക്കേണ്ടത്. ഇനി ഇഖാമത്ത് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. ഇഖാമത്തും ബാങ്ക് പോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ ബാങ്കില് ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ് പറഞ്ഞതിന് ശേഷം ബാങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിർത്തും. എന്നാൽ ഇഖാമത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഖദ് ഖാമത്തിസ് സ്വലാത്ത് എന്ന് 2 വട്ടം പറയണം. അതാണ് ഇഖാമത്തിന്റെ ഒരു വ്യത്യാസമായിട്ട് വരുന്നത്. പിന്നെ ഒരു വ്യത്യാസം സുബ്ഹി നമസ്കാരത്തിലാണ്. സുബ്ഹി നമസ്കാരത്തിൽ ഇതുപോലെ തന്നെ ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ് പറയുമ്പോൾ സുബ്ഹി നമസ്കാരത്തിന്റെ ബാങ്കിലാണ് കേട്ടോ. സുബ്ഹി നമസ്കാരത്തിന്റെ ബാങ്കിൽ എന്ത് പറയണം? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് 2 വട്ടം പറയണം സുബ്ഹി നമസ്കാരത്തിന്റെ ബാങ്കിൽ. ബാക്കി എല്ലാ ഇഖാമത്തിൽ ഇങ്ങനെ പറയണത് ഇഖാമത്തി സ്വലാത്ത് എന്ന് പറയണം. സുബ്ഹി നമസ്കാരത്തിന്റെ ബാങ്കിലാവും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയണം. ഇനി അൽ ജവാബുൽ അദാനി വൽ ഇഖാമത്തി. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ജവാബ് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയേണ്ടതെന്നാണ്. യുസന്നു അലാ മൻ സമിഅ അൽ അദാന. ബാങ്ക് കേൾക്കുന്ന ഒരാൾക്ക് സുന്നത്താണ്. വലൗ ജുനുബൻ. അവന് ജനാബത്തുകാരനാണെങ്കിൽ പോലും അവന് സുന്നത്താണ്. എന്ത്? പക്ഷെ ആർക്ക് സുന്നത്തില്ല? ലാ ഹായിലൻ വ നുഫസാ. സ്ത്രീകൾ ഇവിടെ ഹൈലുള്ള സ്ത്രീകൾ, നിഫാസുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ
ഖുതുബ കേൾക്കുന്ന ആള് ജുമാ ഖുതുബ കേൾക്കുന്ന ആൾക്കും സുന്നത്തില്ല. ബാക്കി എല്ലാവർക്കും എന്താണ് സുന്നത്താണ്. എന്ത് അയ്യക്കൂല മിസ്ലാ ഖാലൽ മുഅദ്ദിൻ പറയുന്നത് പോലെ തന്നെ, ബാങ്ക് കൊടുക്കുന്ന ആള് പറയുന്നത് പോലെ തന്നെ പറയല് സുന്നത്താണ്. പക്ഷേ എവിടെയാണ് അതേപോലൊക്കെ പറയേണ്ടത്? ഹയ്യാല സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ് എന്ന് പറയൂലേ, അതല്ലാത്ത ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ബാങ്ക് കൊടുക്കുന്ന ആള് പറയും പോലെ തന്നെ പറയണം. എന്നാല് ഹയ്യാല സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ് പറയുമ്പോൾ എന്താണ് പറയേണ്ടത്? ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നാണ് പറയേണ്ടത്. ബാക്കി എല്ലാം ബാങ്ക് കൊടുക്കുന്ന ആൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയും. എന്നാല് ഹയ്യാല സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ് എത്തുമ്പോൾ നമ്മൾ എന്ത് പറയണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയണം. ഇനി വേറൊന്നുണ്ട്, സുബ്ഹിയുടെ ബാങ്കില് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയും. നമസ്കാരമാണ് ഉറക്കത്തിനേക്കാൾ നല്ലത് എന്ന് പറയും. അപ്പൊ എന്താണ് പറയേണ്ടത്? സ്വദഖ്ത വ ബരിർത വബിൽ ഹഖ്ഖി നതഖ്ത. നീ പറഞ്ഞത് സത്യമാണ്, നിനക്കതിന്റെ ഗുണം, നീ നന്മയാണ് പറഞ്ഞത്, നിനക്കതിന്റെ ഗുണമുണ്ടായിക്കൊള്ളട്ടെ എന്ന് പറയുന്ന സ്വദഖ്ത വ ബരിർത വബിൽ ഹഖ്ഖി നതഖ്ത എന്ന് പറയണം. ഇനി ബാങ്ക് കൊടുക്കുമ്പോഴുള്ള ജവാബാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇഖാമത്തിന്റെ ജവാബ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ബാങ്ക് പറയുമ്പോൾ ബാങ്കിൽ പറഞ്ഞതുപോലെ തന്നെയാണ് അതും ഇഖാമത്തിൽ ജവാബ് കൊടുക്കുന്നത് മുസ്തഹബ് സുന്നത്താണ്. ഇനി ഇഖാമത്ത് ഖദ് ഖാമത്തി സ്വലാത്ത് എന്ന് എക്സ്ട്രാ പറയും അല്ലെ, ബാങ്കിനേക്കാൾ എക്സ്ട്രാ ആയിട്ട് ഖദ് ഖാമത്തി സ്വലാത്ത് എന്ന് പറയും. അപ്പൊ നമ്മൾ എന്താണ് പറയേണ്ടത്? അഖാമഹ അല്ലാഹു അദാമഹ എന്ന് പറയണം. ഇനി ബാങ്ക് കേൾക്കുന്ന ആള് ബാങ്കിന്റെ സമയത്ത് വേറെ സംസാരിക്കാനോ അതുപോലെ തന്നെ വേറെ പണികളൊന്നും ചെയ്യാൻ പാടില്ല. ബാങ്കും ഇഖാമത്തും എന്താണ്, ബാങ്കും ഇഖാമത്തും പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഇനി നമ്മൾക്ക് പറയാനുള്ളത് ബാങ്കും ഇഖാമത്തും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആരാണ് ബാങ്കും ഇഖാമത്തും കൊടുക്കേണ്ടത്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അയ്യകൂന റജുലൻ സ്വാലിഹൻ ആലിമൻ ബിസ്സുനനി വൽ ഔഖാതി. ഈ ബാങ്ക് കൊടുക്കുന്ന ആള് പുരുഷനായിരിക്കണം, അവന് സ്വാലിഹായിരിക്കണം, നല്ല 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 പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളായിരിക്കണം. ആലിമം ബിസ്സുനനി വൽ ബിസ്സുനനി, ബാങ്കിന്റെ സുന്നത്തുകളെ പറ്റിയിട്ട് അവന് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, അവന് ബാങ്കിന്റെ സമയത്തെ പറ്റിയിട്ട് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളായിരിക്കണം. പിന്നെന്താണ്, അവന് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലമാണ് കാംക്ഷിക്കേണ്ടത്. പിന്നെ അവന് നല്ല സിഖത്തുള്ള നല്ല ഉറപ്പുള്ള ആളായിരിക്കണം. ഇസ്ലാമിലൊക്കെ നല്ല ഉറപ്പുള്ള ആളായിരിക്കണം. പിന്നെ അവന്റെ വാക്കിന്, അവന് നാട്ടിൽ കുറച്ച് അവനിങ്ങനെ കച്ചലായിട്ട് നടക്കുന്ന ആളുകൾക്കൊന്നും പറ്റില്ല. പിന്നെ മുത്തത്വഹീർ, നല്ല ശുദ്ധിയുള്ള ആളായിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണം. ഇത്രയും പ്രത്യേകതകളാണ് ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് വേണ്ടത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഇനി കുട്ടി ബാങ്ക് കൊടുത്താൽ, ഒരു കുട്ടി ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ അതാണ് സബി, ഒരു കുട്ടി ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടി എങ്ങനത്തെ കുട്ടിയായിരിക്കണം? നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരിക്കണം. അങ്ങനത്തെ കുട്ടി ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ ശരിയാവും. അതാണ് സബിയിൽ ആഖിലി, ബുദ്ധിയുള്ള കുട്ടിയുടെ ബാങ്ക് എന്നാണ് സ്വഹീഹും, ശരിയാണ്, അത് സ്വീകാര്യമാകും. മിൻ ഗൈരി കറാഹത്തിന്, അതിൽ കറാഹത്തൊന്നുമില്ല. മുഹദിസൻ, ഇനി അവന് ചെറിയ അശുദ്ധിയുള്ള ആളാണെങ്കിൽ പോലും യജൂസു, അവന് ചെറിയ അശുദ്ധിയുണ്ട്, അശുദ്ധിയൊന്നും ശുദ്ധിയായിട്ടില്ലെങ്കിൽ പോലും എന്താണ്, അവന്റെ ബാങ്കും ഇഖാമത്തും അവൻ കൊടുക്കുന്നതൊക്കെ ശരിയായിരിക്കും. യജൂസു വലാ യുക്റഹു, അവന് ഒരു കറാഹത്തൊന്നുമില്ല. എവിടെ ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് ചെറിയ അശുദ്ധി ഉണ്ടെങ്കിൽ പോലും ബാങ്ക് സ്വീകാര്യമാകുന്നതാണ്, അതിൽ കറാഹത്തൊന്നുമില്ല. ഇനി അയ്യജാല അൻമുലത്ത സബ്ബാബത്തേനി, നമ്മളെ ബാങ്ക് കൊടുക്കുന്ന ആള് എങ്ങനെയാണ് ബാങ്ക് കൊടുക്കേണ്ടത്? രണ്ട് ചെറുവിരലുകൾ നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് വെക്കണം. അൻമുലത്ത് എന്ന് പറഞ്ഞാൽ വിരലിന്റെ അറ്റം, സബ്ബാബത്തേനി എന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരലാണ് പറയുക. ഈ ചൂണ്ടുവിരലിന്റെ അറ്റം രണ്ട് ചെവികളിലേക്കും കയറ്റി വെക്കണം. ഇനി എന്താണ്, ബാങ്ക് കൊടുക്കുന്ന ആൾ നിന്നിട്ട് വേണം ബാങ്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ എന്ത് ചെയ്യാം? പിന്നെന്താ പാടില്ല? ഇതാ അതിനലിൽ ജമാഅത്തി വൈക്റഹു ഖായിദൻ, ഒരു കുറെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് കൊടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇരുന്ന് ബാങ്ക് കൊടുക്കുന്നത് എന്താണ്? കറാഹത്താണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും പ്രത്യേകതകളാണ് ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് വേണ്ടത്. ബാങ്ക് കൊടുക്കുന്ന ആൾ ഇതെല്ലാം സൂക്ഷിക്കേണ്ടതാണ്. ഇനി പറയാനുള്ളത്, ബാങ്ക് കൊടുക്കുന്ന ആളെ നമ്മൾ തീരുമാനിച്ചു. ബാങ്ക് കൊടുത്തതിന് ശേഷം എന്താണ് പറയേണ്ടത്? ദുആഉൻ ബഅദൽ അദാനി വൽ ഇഖാമത്തി, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ശേഷമുള്ള ദുആഇനെ പറ്റിയിട്ടാണ് നമ്മൾ പറയേണ്ടത്. ബാങ്കും ഇഖാമത്തും കേട്ടതിന് ശേഷം നമ്മൾ എങ്ങനെ പറയണം? اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة
والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد എന്ന് പറയുന്ന ദുആ കൂടി നമ്മൾ ബാങ്ക് കൊടുത്തതിനു ശേഷം ചൊല്ലേണ്ടതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പാഠഭാഗത്തിലുള്ള കുറച്ച് പദങ്ങളെ പരിചയപ്പെടാം. അദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കിനാണ് അദാൻ എന്ന് പറയുന്നത്. ഫലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയത്തിനാണ് ഫലാഹ് എന്ന് പറയുന്നത്. യുസന്നു എന്ന് പറയുന്നത് എന്താണ്? സുന്നത്തിനാണ് യുസന്നു എന്ന് പറയാം. ഇനി ദഅവത്തുൻ താമ്മത്തുൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടുള്ള ക്ഷണം, പൂർണ്ണമായിട്ടുള്ള ക്ഷണത്തിനാണ് ദഅവത്തുൻ താമ്മത്തുൻ എന്ന് പറയുന്നത്. അൽ വസീലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗത്തിലെ ഒരു മഹത്തായ സ്ഥാനമാണ് എന്ത്? വസീലത്ത്. ഫളീലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പവിത്രത, ശ്രേഷ്ഠതക്കാണ് ഫളീലത്ത് എന്ന് പറയുന്നത്. ദറജത്തുൻ റഫിയത്തുൻ എന്ന് പറഞ്ഞാൽ ഉന്നത സ്ഥാനം, ഉയർന്ന പദവിക്കാണ് ദറജത്തുൻ റഫിയത്തുൻ എന്ന് പറയുന്നത്. ഇനി ഷഫാഅത്തുൻ എന്ന് പറഞ്ഞാൽ റെക്കമെൻഡേഷൻ, ശിപാർശ എന്നൊക്കെയാണ് പറയുന്നത്. ഇനി മഖാമുൻ മഹ്മൂദുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസനീയമായ സ്ഥാനത്തിനാണ് മഖാമുൻ മഹ്മൂദുൻ എന്ന് പറയുന്നത്. മദ സൗത്തിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം എത്തുന്നതിന്റെ ഏറ്റവും അറ്റം, മാക്സിമം എത്രത്തിലാണ് ശബ്ദം എത്തുക, അതിനാണ് മദ സൗത്തിഹി എന്ന് പറയുന്നത്. ഇനി മക്കാനു റൗഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദീനക്ക് അടുത്തുള്ള സ്ഥലമാണ്. മദീനയിൽ നിന്ന് ഏകദേശം 30 മുതൽ 40 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് റൗഹാ എന്ന് പറയുന്ന സ്ഥലത്തിന്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ളത്. നമുക്കെന്ത് നോക്കാം, പാഠത്തിൽ നമ്മൾ പഠിച്ചതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കാം. അദാനിന്റെ ഹുക്കം എന്താണ്? ബാങ്കിന്റെ വിധി എന്താണ്? അതൊരു ചോദ്യം. നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതാണ്. ഇനി പുരുഷനും സ്ത്രീക്കും ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നതിന്റെ വിധി. പുരുഷൻ എന്താണ് വിധി, സ്ത്രീക്ക് എന്താണ് വിധി? ഇനി ഇഖാമത്ത് കേൾക്കുമ്പോൾ പറയുന്നതിന്റെ വിധി. ഇഖാമത്ത് കേൾക്കുമ്പോൾ പറയുക എന്താണ്? മുസ്തഹബാണ്, സുന്നത്താണ്. ഇഖാമത്തിൽ ഖദ് ഖാമത്തി സ്വലാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? ഇനി എന്താണ് ഇഖാമത്ത്, അതൊന്ന് വിശദീകരിക്കണം. ഇനി മുഅദ്ദിനിൽ നിന്ന് പ്രതികരിക്കൽ എന്താണ്? മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന ആള് ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് അതിന് ജവാബ് കൊടുക്കേണ്ടത്? ഇനി അദാനിൽ എന്തെല്ലാം സുന്നത്തുണ്ട്? ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സുന്നത്ത്? ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് ചെയ്യേണ്ട സുന്നത്തുകൾ ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ. നിങ്ങൾ എല്ലാവരും പാഠത്തിൽ ഞാൻ വിശദീകരിച്ചു തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടതാണ്. കേവലം പരീക്ഷകൾക്ക് പുറമെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.